ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലോഹിനെ വന്ന് കുപ്പിയിലാക്കിയിട്ട് മിഥുൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്, ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ കേട്ട് വിശ്വസനീയമായ രീതിയിൽ ഇരിക്കുന്നു നമ്മുടെ അലോഹ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗോമതിയും അതുപോലെ തന്നെ ബാലനും കൂടെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ അത് നമുക്ക് തിരികെ കിട്ടുക തന്നെ ചെയ്യുമെന്നും എനിക്കതിൽ ഉറപ്പുണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുക. അത് കേട്ടപ്പോൾ ബാലേട്ട, നമുക്ക് നാളെ അമ്പലത്തിലൊന്ന് പോകണമെന്ന് ഗോമതി ബാലനോട് പറയണം. അവിടെ ഒരു സിദ്ധനുണ്ട്. ആ സിദ്ധൻ പറഞ്ഞ പല കാര്യങ്ങളും ശരിയായി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഗോമതി ഇങ്ങനെ ബാലനോട് പറയുക. നാളെ അമ്പലത്തിൽ ചെന്ന് നമുക്കൊന്ന് തൊഴണം, സിദ്ധനെയും ഒന്ന് കാണാമെന്ന് ഗോമതി പറഞ്ഞപ്പം ശരി, നിന്റെ ആഗ്രഹമല്ലേ, പോയേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയുന്നു. അപ്പം അത് കേട്ടപ്പോൾ ഗോമതിക്ക് ആശ്വാസമായി. എന്തായാലും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും ബാലേട്ടാ, ഇതെല്ലാം മാറി ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. അതെ, അത്രയ്ക്ക് ശക്തിയുള്ള ദൈവം അവിടുത്തേത്, ഒന്ന് പോയി തൊഴുതാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശരി നമുക്ക് പോവാമെന്ന് പറഞ്ഞു. എനിക്കും ഒരു പ്രാർത്ഥന, അത് അത്യാവശ്യം തന്നെയാണ് ഗോമതി എന്ന് ബാലൻ അന്നേരം ഗോമതിയോട് പറയുന്നു കേട്ടോ. നമ്മുടെ ആനന്ദിൻ്റെ കല്യാണക്കാര്യം അതൊന്നും ആവുന്നില്ല, അതിനുവേണ്ടി ഭഗവാനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. എൻ്റെ ശബദത്തിൻ്റെ ദിവസങ്ങളും കഴിയാറായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ ഗോമതിയും ബാലനും കൂടെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. എന്തായാലും അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് തീരുമാനങ്ങൾ എടുത്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മിഥുൻ കൂട്ടുകാരോട് പറയുവാണ്, ചൂണ്ടയിൽ കൊളുത്തിയിട്ടത് അതുപോലെ തന്നെ ഇങ്ങ് കിട്ടിയെന്നും പറഞ്ഞ് അലോഹൻ്റെ വരുതിക്ക് വന്നുവെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം. ഞാൻ അവൻ്റെ പങ്കാളിയാകും. അലോഹിൻ്റെ ആ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി അവൻ ഒരിക്കലും നോ പറയില്ല എന്ന് മിഥുൻ പറയണം. മിത്രയും ഞാൻ തിരിച്ച് കൃഷ്ണമംഗലത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കും, എന്നിട്ട് കൈവിട്ടു പോയ അവളെ ഞാൻ സ്വന്തമാക്കുമെന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ ഇങ്ങനെ പറയണു. ഭയങ്കര സ്വപ്നങ്ങളൊക്കെയാണ് ആശാൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളും കണ്ട് മിഥുൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇതേസമയം പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ദേവമംഗലമാണ് കാണിക്കുന്നത്. നമ്മുടെ ബാലൻ്റെ ഒരുങ്ങി വരുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. ആ സമയത്ത് ഗോമതിയും വന്നു. അപ്പോൾ ആനന്ദ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോവാച്ചാന്ന്. അത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോവുക, നിനക്ക് വേണ്ടി ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് അച്ഛൻ ആനന്ദിനോട് പറയുക, നീയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാ, നീ ഒന്നും പറയണ്ട. ഗോമതി, ആകാശേ, ധർമ്മ, അന്ന് നിങ്ങളെ വിളിച്ചു കൂട്ടി ഒരു ശപഥം പോലെയാണ് ഞാൻ പറഞ്ഞത്, ആനന്ദിൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ചെരുപ്പിടൂ എന്നുള്ളത്. ശപഥം തീരാനേ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്പലങ്ങളിൽ അങ്ങനെയൊന്നും പോകുന്ന ആളല്ലെങ്കിലും ആനന്ദിന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോവുക. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്ന് ബാലൻ പറഞ്ഞപ്പം അച്ഛന് വീണ്ടും ടെൻഷനായി. കുറച്ച് ദിവസത്തിനകം എങ്ങനെ എൻ്റെ വിവാഹം നടത്തണമെന്നുള്ളൊരു ആദ്യ അച്ഛന് എന്ന് ആനന്ദ് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും മീനുവും ആകാശവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതാ അച്ഛൻ ഞാൻ പറഞ്ഞത്, എനിക്ക് വിവാഹം വേണ്ട എന്ന്. അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട അച്ഛ എന്നും പറഞ്ഞ് ആനന്ദ് പറഞ്ഞപ്പം, എടാ നീ എന്തൊക്കെയാ പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് വിഷമം, നിനക്കൊരു ജീവിതം ഉണ്ടായില്ലെങ്കിലല്ലേ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു ബാലൻ. ഞങ്ങളുടെ മനസ്സിൽ നിൻ്റെ കുടുംബജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അല്ലേ ഗോമതി എന്ന് ചോദിച്ചു നമ്മുടെ ബാലനെ. അതേടാ, അത് ആളെയും പറയാൻ സത്യമാടാ എന്ന് ധർമ്മൻ. ആനന്ദേട്ടൻ എപ്പോഴും ഒരു പൊതു കാര്യത്തിന് കൂടെ നിൽക്കുന്ന ആളാ എന്ന് മീനുവും പറഞ്ഞു. മോനെ, അമ്പലത്തിലെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുവേടാ, നല്ലൊരാളെ തന്നെ നിനക്ക് ദൈവം കൊണ്ട് തരുന്നേ, ഉറപ്പാടാന്ന് പറഞ്ഞു. അപ്പം നിന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്നത് ആരെയാണെന്ന് അറിയാവോ? ആര്യനെ ആയിരിക്കും എന്ന് പറഞ്ഞു ബാലൻ. എന്തിനാ ഇതിൻ്റെ ഇടയിലേക്ക് ആര്യൻ്റെ കാര്യം എടുത്തിടുന്നത് എന്നത് ഗോമതി ചോദിച്ചപ്പോൾ, കൊണ്ടുവരും. അവനൊന്ന് വഴിയിൽ വെച്ച് പറഞ്ഞ ഓരോ വാക്കും എൻ്റെ മനസ്സിലുണ്ട്. അവനെ തന്നെയായിരിക്കും ഞാൻ ആദ്യം വിളിക്കുന്നത് എന്ന് നമ്മുടെ ബാലൻ പറയാം. അവൻ കാണണം, എൻ്റെ മേൽനോട്ടത്തിൽ ഒരു കല്യാണം നടക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ കാണണം, അതവൻ കാണണം, ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ വെല്ലുവിളിക്കുക. അങ്ങനെ അതും പറഞ്ഞ് അങ്ങനെ അവർ പോണു. ഈ സമയത്ത് മിഥുനും കൂട്ടുകാരും കൂടെ തപ്പിപ്പിടിച്ച് മിത്രയും ആര്യനും താമസിക്കുന്നിടത്തെത്തി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോകാൻ ഇറങ്ങുന്നു. അപ്പോഴേക്കും എല്ലാം മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. അതുമാത്രമല്ല, നേരിട്ട് ആക്രമിക്കുന്നതിൽ ഒരു രസമൊന്നുമില്ല, വളഞ്ഞു പിടിച്ച് നമുക്ക് പതുക്കെ വരാമെന്നും മിഥുൻ ഇങ്ങനെ പറയണം. ഈ സമയത്ത് അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അവരുടെ കാര്യങ്ങൾക്ക്, അതായത് മിത്ര കോളേജിലേക്ക്, ആര്യൻ ജോലി സ്ഥലത്തേക്ക്, അങ്ങനെ ഇവർ പോകുമായിരുന്നു. മിത്രയെ കൊണ്ടുവിട്ടിട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഗോമതിയും ബാലനും കൂടെ മുന്നിൽ വന്നു വീണു. രണ്ടുപേരും കൂടെ സ്കൂട്ടറുകൾ തമ്മിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ആര്യൻ വണ്ടി വെട്ടിച്ചു. അപ്പോഴേക്കും ആര്യൻ പോയി വീണു. അയ്യോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഓടി ചിലപ്പോൾ ഗോമതി നിലത്തേക്ക് വീണു. അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ചാടി എഴുന്നേറ്റ് അമ്മയെ ഇങ്ങനെ പിടിക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ ഭയങ്കര ടെൻഷൻ കാണിക്കുക. മോനെ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നിനക്കല്ലേ പറ്റിയത്, നീയല്ലേ മറിഞ്ഞു വീഴാൻ പോയെന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ ഗോമതിയോട്. അപ്പോഴേക്കും അമ്മ
ഇതെന്താ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ബുദ്ധിമുട്ടുണ്ട്, ഒരു നല്ല കാര്യത്തിന് പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു, ഇതിപ്പോൾ ശകുനക്കേടാണെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ശകുനക്കേടാണെന്നുള്ളത് എനിക്ക് അറിയാമെന്നും പറഞ്ഞു. നേരത്തേക്കും ബാലനോട് ആര്യൻ പറയാം. അങ്ങനെയല്ല പറഞ്ഞത്, വണ്ടി തട്ടിയില്ലേ അതിനെപ്പറ്റി അച്ഛൻ പറഞ്ഞത്, അത് പറഞ്ഞിങ്ങനെ വിഷയം മാറ്റി വിടുവോ ഗോമതിയെ. ആനന്ദിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു പൂജ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാനും സാധിച്ചല്ലോ, അതൊരു ഐശ്വര്യം തന്നെയല്ലേ എന്ന് പറഞ്ഞങ്ങനെ നമ്മുടെ ആര്യനോട് അമ്മ പറയുക. ഇന്ന് ഏത് കാര്യത്തിനാണോ പോകുന്നത് അത് സാധിക്കുമെന്ന് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയണു. അന്നേരം ആര്യനോട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറ ബാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി നിർബന്ധിക്കാം. എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹമുണ്ടെന്ന്, ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണെന്നും എനിക്കറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? നേരിട്ട് കാണുമ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അപ്പോൾ എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല, പക്ഷേ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാൽ ഞാൻ പ്രതികരിച്ചിരിക്കും എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ, കുടുംബം ഒരാൾക്ക് മാത്രമല്ലമ്മേ, എനിക്കുണ്ട് കുടുംബമെന്ന് ആര്യൻ അന്നേരം ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കും നന്നായിട്ട് അറിയാമെന്നും ആര്യം പറയാം. ബാലനൊന്നും മിണ്ടുന്നില്ല, മുഖത്ത് പോലും നോക്കുന്നില്ല, തിരിഞ്ഞു നിൽക്കുന്നു. പിന്നെ ആ സ്വർണത്തിൻ്റെ കാര്യത്തെപ്പറ്റി ആണെങ്കിൽ ആ കടം അത് ഞാൻ വീട്ടും എന്ന് ബാലനോട് നമ്മുടെ ആര്യൻ പറയുകയും ചെയ്തു. അതിനെപ്പറ്റി ഓർത്ത് ആരും വല്ലാണ്ട് വിഷമിക്കണ്ടാന്ന്. എന്തായാലും എനിക്ക് സന്തോഷമായി ഗോമതി, മക്കള് തന്നെക്കാളും വളരണമെന്നാണല്ലോ ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. അത് സംഭവിച്ചല്ലോ. നമ്മുടെ ഒരു മോനെങ്കിലും എന്നെക്കാളും വളർന്നു, എനിക്ക് അത്രയും മതിയെന്ന് പറഞ്ഞ്, പക്ഷെ ആ വളർച്ച എന്നെ തോൽപ്പിക്കുന്നതിൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കാം. എനിക്കെന്ന് നിങ്ങളെപ്പറ്റി ഓർത്ത് കണ്ണീര് കുടിക്കാനാണല്ലോ വിധി എന്ന് പറഞ്ഞ് ഗോമതി. അപ്പം അമ്മ എന്ന് പറഞ്ഞ ആര്, എടാ നീ ഇപ്പം പോ, നോക്ക് ആനന്ദേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരാൻ നീയും പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുന്നത് കേട്ടപ്പോൾ എല്ലാം നന്നായി വരുമമ്മേ, ഇന്ന് അമ്പലത്തിൽ വരുന്ന പൂജയ്ക്ക് ഫലം ഉണ്ടാകും, ആനന്ദേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു പെൺകുട്ടിയും കിട്ടും. എന്നാൽ ശരി അമ്മ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോകണു. ഇവരും പോകാൻ നോക്കാം. അപ്പോഴേക്കും അവൻ പഠിക്കുന്ന പ്രായത്തിൽ വെയിലും കൊണ്ട് വീട് തോറും കയറി ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി ഇങ്ങനെ ബാലനോട് പറഞ്ഞ് ആരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, വെയിൽ കൊള്ളട്ടെ എന്നാലേ ജീവിതമാകും, എന്നും തണലത്ത് നിന്നാലേ വളരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ പോയത് നോക്കിക്കൊണ്ട് നമ്മുടെ ബാലൻ ഗോമതിയും കൂട്ടി അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇവർ അമ്പലത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഗോമതി ഇങ്ങനെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പോവുക. അതിനുശേഷം ആരും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ പതിവില്ലാതെ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിരിക്കുന്നു, ബാലേട്ടൻ നോക്കിക്കോ, ഇനി എന്തായാലും മാറ്റങ്ങളൊക്കെ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു മാറ്റവും പ്രത്യേകിച്ച് വേണ്ട, ആകെ വേണ്ടത് ആനന്ദിൻ്റെ കല്യാണം പെട്ടെന്ന് നടന്നാൽ മതിയെന്നുള്ളത് മാത്രമാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു. അതിനുള്ള വഴി ഭഗവാൻ കണ്ടുപിടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തരും ബാലേട്ടാ, ബാലേട്ടൻ്റെ അപേക്ഷ ഭഗവാൻ കേൾക്കും, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ആനന്ദിൻ്റെ വിവാഹം നടക്കാതെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല ഗോമതി എന്ന് ബാലൻ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് പറഞ്ഞു. ഞാൻ കരുതും ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നത് പോലെ നടക്കുമെന്ന്, പക്ഷെ അങ്ങനെ വരുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇനി നമ്മൾ ദൈവത്തിനെ സഹായിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ദൈവത്തിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം, അതേ ഒരു വഴിയുള്ളെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവുക. ഇപ്പോഴത്തെ ഈ വിഷമങ്ങളെല്ലാം ഞാൻ മറക്കും, ആനന്ദിൻ്റെ വിവാഹം നടന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കല്യാണം ആനന്ദിന് കിട്ടിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെ യാദൃച്ഛികമായിട്ട് അങ്ങോട്ടേക്ക് വരിക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വന്ന് തിരുമേനിയോട് നടത്തേണ്ട പൂജകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ആ ഒരു വഴിപാടിനുള്ള രസീതും കാര്യങ്ങളെല്ലാം കുറിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ തിരുമേനിക്ക് ഇവരെ അറിയാട്ടോ, ഇവരോട് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, ദൈവമേ അങ്ങേപ്പോലെയുള്ള നല്ല നല്ല ആൾക്കാർ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഐശ്വര്യമാണെന്നൊക്കെ തിരുമേനി ഞാൻ വന്ന ചേട്ടനോട് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞു നിൽക്കുക. അല്ല അറിയില്ല ഉദയഭാനു സാറിനെ എന്ന് ബാലനോട് തിരുമേനി ചോദിച്ചു. അപ്പോൾ പരിചയപ്പെട്ടിട്ടില്ല, കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമസ്കാരമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. പരിചയപ്പെടണം, ഉറപ്പായും പരിചയപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ആ തിരുമേനി അന്നേരം പറഞ്ഞു കേട്ടോ. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഉദയഭാനു സാറിനെയും ഭാര്യയെയും കണ്ടു പഠിക്കണമെന്നൊക്കെ പറയുമ്പം എന്നും പറഞ്ഞവർ നിൽക്കുക. വലിയ ബിസിനസ്സുകാരൻ, അങ്ങോളോ ഇങ്ങോളം യാത്രയൊക്കെ ചെയ്യുന്നയാൾ, പക്ഷെ അഹങ്കാരം ലെവലേശം ഇല്ല എന്നൊക്കെ ബാലനോട് പറയാം. ഇതൊക്കെ കേട്ടാൽ ചേട്ടനൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. തന്നെക്കാളും ഉയർന്ന ആളായിക്കോട്ടെ താഴ്ന്ന ആളായിക്കോട്ടെ ഒരേ ഭാവത്തിലേ പെരുമാറൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ വരും, ഭഗവാനും നൽകും നല്ലൊരു ദക്ഷിണ. അപ്പം തിരുമേനി വല്ലാണ്ട് എന്നെ അങ്ങ് പുകഴ്ത്തുന്നുണ്ട് കേട്ടോ എന്ന് ആ ചേട്ടൻ പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്ന് തിരുമേനിയും പറഞ്ഞു. അല്ല എനിക്ക് അങ്ങോട്ടും മനസ്സിലായില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇത് ഗോമതി സ്റ്റോർ, ബാലൻ നല്ല പേരുള്ളൊരു കടയുടമയാണെന്ന് പറഞ്ഞു. ഓ ഗോമതി സ്റ്റോഴ്സ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ആ ചേട്ടൻ അന്നേരം പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയും പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ടെന്ന്. കണ്ടോ
ഉദയഭാനു സാറിനെ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ സാറിന് അറിയാവുന്ന തിരുമേനി ഇരുന്ന് പറയണു. അങ്ങനെ ഇവർ തിരുമേനിയുമായിട്ട് സംസാരിച്ച് തൊഴുത് ഇങ്ങനെ നിൽക്കുക. അപ്പം പൂജ ചെയ്യാൻ സമയമെടുക്കും, സാറും ഒന്ന് കാത്തിരുന്നോളാൻ പറയും. ശരി, കൂട്ടിന് ഇവരും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവമായിട്ട് കൂട്ടി ഇണക്കിയതുപോലെ അവർ ഇങ്ങനെ വന്ന് മാറി നിന്ന് ഇവർ സംസാരിക്കുന്നു. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു. പിന്നെ അമ്പലത്തിൽ വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇവരുടെ സ്വയം വിശ്വാസങ്ങളുണ്ടല്ലോ, ദൈവത്തിനോട് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടല്ലോ, അത് അദ്ദേഹം ഇങ്ങനെ ഇവരോട് പറയുക, നമ്മളെ സഹായിക്കാൻ ഒരു ശക്തി ഉണ്ടല്ലോ, അതൊരു ബലം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനത്തെ അവരെല്ലാം പറഞ്ഞ് ഇവരുടെ മക്കളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഇവർ നിന്ന് സംസാരിക്കും കേട്ടോ. ഗോമതി സ്റ്റോഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു നോക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല, എൻ്റെ മുഴുവൻ ശ്രദ്ധയും അവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. 5 മക്കളാണ്, അതിൽ മൂത്തയാളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല, അതിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്ന് കരുതി അവന് വലിയ പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ, പക്ഷേ എന്തോ കല്യാണം നടക്കുന്നില്ല എന്ന് ഗോമതി പറഞ്ഞു. ഞങ്ങൾ വന്നതും ഏതാണ്ട് അതുപോലൊരു കാര്യത്തിനാണെന്ന് പറയുന്നു നമ്മുടെ ആ ചേട്ടൻ. മൂത്ത മോളുടെ വിവാഹം അല്ല, അവൾക്കും അധികം പ്രായമൊന്നും ആയിട്ടില്ല, അപ്പം നടക്കും എന്ന് ഗോമതി പറയോ. ഈ ദേവി ശക്തിയുള്ള ദേവിയാ, നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഗോമതിയുടെ നാവ് പൊന്നായിരിക്കട്ടെ എന്നാ ചേച്ചി ഗോമതിയോട് പറയുന്നു. നിങ്ങളുടെ മകൻ്റെ വിവാഹവും നടക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈശ്വരനായിട്ട് ഇവർ തമ്മിൽ കൂട്ടിമുട്ടിച്ചു എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആകാശവും അതുപോലെ നമ്മുടെ മീനുവും കൂടി വണ്ടിക്ക് വരിക. അപ്പം ഞാനങ്ങ് പോയിക്കോളാം, വണ്ടി നിർത്തിക്കോളാൻ പറഞ്ഞു ആകാശനോട്. മീനു, സത്യം പറഞ്ഞാലേ ഈ യാത്ര ഞാൻ വല്ലാണ്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മളെ പ്രേമിച്ച് നടന്ന കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വരികയാണെന്ന് മീനു ഇങ്ങനെ ആകാശനോട് പറഞ്ഞു. അപ്പോൾ എനിക്കും ഓർമ്മ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഹണിമൂണ് പോയാലോ എന്ന് മീനു ആകാശനോട് ചോദിക്കാം. അത് കേട്ടപ്പോൾ നമുക്ക് പൊയ്ക്കളയാം എന്ന് ആകാശം. സത്യമായിട്ടും പൊക്കളയാടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ ഹണിമൂണിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ടോ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഒരു കാര്യം മറന്നല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്നൊരു ഇതിൽ നമ്മൾ മീനുവിനൊരു ഉമ്മ കൊടുക്കുന്നു ആകാശം. എന്തായാലും അങ്ങനെ ആ ഒരു നല്ല റൊമാൻറ്റിക് മോഡിൽ ഇവർ രണ്ടുപേരും കൂടെ നിൽക്കാം. ഈ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. ആഹാ, മീനാക്ഷി വന്നോ? ഇന്നെന്താ പതിവില്ലാതെ ഭർത്താവിനൊപ്പം വന്നത്? അത് തന്നെ ഇന്നലെ ഉറക്കമൊന്നുമില്ലാതെ ഫയലുകൾ നോക്കുമായിരുന്നു നീ, എന്തോ അദാലത്തിനോ മീറ്റിംഗ് ആണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. മീനാക്ഷിക്ക് മാത്രമല്ല ഓഫീസിലെ ഒരു സ്റ്റാഫിനും ഇപ്പോൾ ഉറക്കമില്ല ആകാശേ എന്ന് നമ്മുടെ ചേച്ചി. പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു അദാലത്തുണ്ട്, അപ്പോൾ അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മീനാക്ഷി സമയം കളയണ്ട, വാ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ആകാശിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ മീൻ ഓടുന്ന് പോകുന്നു. മീൻ പോയി കഴിഞ്ഞപ്പോൾ ആകാശം അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അമ്പലത്തിൽ ഇവർ, അതായത് ബാലനും അത് ഉദയഭാനു സാറും അവരെല്ലാവരെയാണ് കാണിക്കുന്നത്. മിസ്റ്റർ ബാലന് ഗോമതി സ്റ്റോഴ്സിനോടുള്ള ആത്മാർപ്പണം അത് ഞാൻ അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത് എന്ന് അദ്ദേഹം പറയാം. വാസ്തവത്തിൽ താങ്കൾ ഇതുവരെ പരിചയപ്പെടാതിരുന്ന എനിക്കൊരു നഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അയ്യോ ഒരിക്കലും ഇല്ല കേട്ടോ, തിരിച്ചാണ് അതെന്ന് ബാലൻ. സാറിനെ പരിചയപ്പെടാതിരുന്നത് എനിക്ക് നഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം ഇത് എൻ്റെ കാർഡാ, എന്താവശ്യം ഉണ്ടെങ്കിലും ബാലൻ വിളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അത് പോക്കറ്റിൽ വെച്ചു. ഞാൻ അധികവും യാത്രയിലായിരിക്കും, ഇവിടെ വരുമ്പോൾ താമസിക്കാൻ ഒരു വീടും അല്ല, ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ വരാം എന്നും തീർച്ചയായിട്ടും വരാമെന്നും പറഞ്ഞു. ആ സമയത്തെ ഉദയഭാനു സാർ പൂജാപ്രസാദം തയ്യാറായെന്ന് പറഞ്ഞിട്ട് തിരുമേനി വന്നു. അപ്പോൾ ശരി വീണ്ടും കാണാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവരങ്ങനെ പറഞ്ഞിട്ട് കൈയും കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തോ തിളത്തി ആടിപ്പോയി. പെട്ടെന്ന് സാറിൻ്റെ ബ്രേസ്ലെറ്റ് താഴെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അതെടുത്ത് കൊടുത്തു കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞപ്പം അയ്യോ താങ്ക് യു ബാല, താങ്ക് യു എന്നും പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോവുക. ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ചേച്ചി അത് കെട്ടി കൊടുക്കുന്നു. അപ്പോൾ ബാലനെ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാലന് തിരിച്ച് അവരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബാലേട്ട എന്ത് എളിമയുള്ള ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, അദ്ദേഹത്തിന് നമ്മളെ അറിയാം, പക്ഷേ നമുക്ക് അദ്ദേഹത്തിനെ അറിയാതെ പോയല്ലോ എന്ന് ബാലൻ ഇങ്ങനെ ഗോമതിയോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കുന്നു. മകൻ്റെ കല്യാണക്കാര്യത്തിന് അമ്പലത്തിലേക്ക് പോയതാണ്. അത്ഭുതകരമായ കാര്യങ്ങളാണ് ബാലൻ അവിടെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ ധർമ്മൻ കട തുറക്കാനായിട്ട് ചെല്ലുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അച്ഛനും മകനും കൂടെ 101 പവൻ മുക്കി, അതുപോലെ തന്നെ കള്ളൻ്റെ കട എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് കുറച്ച് ദിവസം ശല്യമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എഴുതി വെച്ചു എന്നും പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത്. ഈ പോസ്റ്റർ കണ്ട് ആകാശത്തെല്ലാം കൂടെ വലിച്ച് കീറി ചവിട്ടി കൂട്ടി എറിഞ്ഞു. അപ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാമ, ഞാൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോകുക, നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു ആകാശം. ആര്യനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിച്ചു. ഇപ്പോഴത്തെ ഓഫീസിൽ മീനാക്ഷിയെ ഓരോ തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് ഇത്, ഞാനേ നേരിട്ടങ്ങ് ചെല്ലാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം. അപ്പം നീ ഒന്നിനും പോവണ്ടടാ, നമ്മൾ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ധർമ്മൻ ഇങ്ങനെ ആകാശനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. എടാ
അളിയൻ്റെ വിഷമത്തിൻ്റെ പാദ്യം അളിയനായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേടാ എന്ന് ചോദിച്ചു ധർമ്മൻ ആകാശിനോട്. എന്തായാലും അമ്പലത്തിൽ പോയിരിക്കല്ലേ, എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ വളരെ കാലത്തിന് ശേഷമായി ഈ അമ്പലത്തിൽ പോക്ക്, അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആകാശം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കഥ കാണുമെന്നും കേൾക്കുമെന്നും ഒക്കെ വിശ്വാസത്തോടെ നിർത്തുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കാം കേട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.